ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടീച്ചറമ്മ വീണ്ടും സ്കൂളിൽ റീജോയിനിങ് ചെയ്യുന്നതിന്റെ തലേ ദിവസം മാധവത്തിൽ എല്ലാവരും ഒത്തുകൂടി ആഘോഷമാക്കുകയാണ്. രാത്രിയാകുമ്പോൾ ലൈറ്റ് വെച്ച് അലങ്കരിച്ച മുറ്റത്ത് നിന്ന് പല്ലവും കാവ്യയും ഋതുവും കൂടി പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് തിമിർക്കുകയാണ്. അവരുടെ ഡാൻസ് കഴിയുമ്പോഴേക്കും കാവ്യയും ഇനി തന്റെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ടെന്നും താൻ ആനുവൽ ഡേക്ക് കളിച്ചതാണെന്നും ഇത് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോഴേക്കും ഇന്ന് കഥാപ്രസംഗം പറയാതെ കളിക്കെടിയെന്ന് വീണയും പറയുന്നു. അവളും മനോഹരമായി ഡാൻസ് കളിച്ച് തീർക്കുമ്പോഴേക്കും എല്ലാവരും സൂപ്പർ എന്ന് പറഞ്ഞ് കൈയടിക്കുകയാണ്. രാധയും കാവ്യയെ ചെന്ന് ചേർത്ത് പിടിച്ച് അടിപൊളി എന്ന് പറഞ്ഞ് അവൾക്കൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ഹൃദയരെ, അടുത്തതായി എന്റെ സ്വന്തം രേണുവിന്റെ അമ്മ എന്ന കഥാപ്രസംഗ ശൈലിയിൽ മഹേഷ് വിളിച്ച് പറയുമ്പോഴേക്കും അല്ല ശശികലയാണോ എന്ന് വലിയ മാമയും ചോദിക്കുക. സ്ത്രീകൾക്ക് എല്ലാവരും പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും ആ അമ്മയല്ല, അമ്മയുടെ പല പല ഭാവങ്ങൾ ക്ലാസിക്കൽ പെർഫോമൻസ് ആണ് വലിയ മാമേ എന്ന് പറഞ്ഞ് രേണുവിനെ കളിക്കാനായി പറഞ്ഞു വിടുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ അവളുടെ ഡാൻസിനായി കാത്തിരിപ്പ. അപ്പോഴേക്കും രേണുവും കല്ലുവിനെയും അങ്ങോട്ട് വിളിച്ച് അവൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. അത് കഴിഞ്ഞ് കല്ലു എല്ലാവരോടുമായി പറയുന്നുണ്ട്, എന്റെ ശബ്ദവും രേണു ആന്റിയുടെ പെർഫോമൻസും ചേർന്ന് കാണണമെന്ന് പറയുമ്പോൾ ശരി കണ്ടോളാമെന്ന് എല്ലാവരും സമ്മതിക്കും. അപ്പോഴേക്കും കല്ലുവും പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അതിനനുസരിച്ച് രേണു അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ആദ്യം പിറവി, ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഒരമ്മയും ജനിക്കുന്നു എന്നവൾ പറയുന്നതിനകത്തുള്ള രേണുവിന്റെ അഭിനയം കാണാൻ എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുക. അപ്പോഴേക്കും മഹേഷും ചോദിക്കുന്നുണ്ട്, ഭാർഗവമാമ പണ്ട് ഡാൻസ് ക്ലാസ്സിൽ പറഞ്ഞു വിട്ടെന്റെ ഗുണം കണ്ടോന്ന്. എല്ലാവരും ചിരിയോടെ അത് സമ്മതിക്കുമ്പോഴേക്കും അടുത്തത് പ്രതീക്ഷ, കയ്യിലൊരു ജീവൻ, നെഞ്ചിൽ 1000 സ്വപ്നങ്ങൾ എന്ന കല്ലുവിന്റെ ഡയലോഗിനൊത്ത് രേണുകയും ഭാവാഭിനയം കാഴ്ചവെക്കുകയാണ്. അടുത്തത് കരുണ, കരയുന്ന കുഞ്ഞിനെ ആദ്യം കേൾക്കുന്ന അമ്മ എന്ന കല്ല് പറയുമ്പോഴേക്കും ജോലി എടുക്കുന്നതിനിടയിൽ കരയുന്ന കുഞ്ഞിനെ താലോലിക്കാനായി ഓടിയെത്തുന്ന അമ്മയുടെ പ്രകടനമാണ് രേണു കാഴ്ചവെക്കുന്നത്. അതിനും എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുമ്പോഴേക്കും ശാസനം, ശബ്ദമുയർത്തുന്ന സ്നേഹമെന്ന് കല്ല് പറയുമ്പോഴേക്കും കുഞ്ഞിനെ ശബ്ദമുയർത്തി ശാസിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരമ്മയായി മാറുകയാണ് രേണു. അത് കഴിഞ്ഞ് വേർപാട്, നടക്കാൻ പഠിക്കുമ്പോൾ കൈവിടാനും പഠിക്കുന്നു എന്ന് കല്ല് പറയുമ്പോഴേക്കും ഒരു കുഞ്ഞിനെ കൈപിടിച്ച് പിച്ച വെച്ച് നടത്തിക്കുന്നതും ആ കൈ വിടുവിക്കുമ്പോൾ കുഞ്ഞ് താഴോട്ട് വീഴുമ്പോഴേക്കും ഓടിച്ചെന്ന് കുഞ്ഞിനെ കോരിയെടുക്കുന്ന സ്നേഹമയായ അമ്മയായും രേണു അഭിനയിക്കുന്നുണ്ട്. അടുത്തതായി അമ്മ എന്ന സ്നേഹക്കടൽ, ആഴക്കടൽ എന്ന് കല്ലുവിന്റെ ഡയലോഗിനൊത്ത് രേണു അമ്മയുടെ സ്നേഹം പ്രകടമാക്കി അഭിനയിക്കുമ്പോഴേക്കും ടീച്ചറമ്മയുടെ കണ്ണുകൾ നീളുന്നത് മഹേഷിലേക്കും ണയിലേക്കുമാണ്. അവരുടെ നോട്ടവും അമ്മയെ തേടി എത്തുന്നുണ്ട്. അവൾ അഭിനയിച്ചു നിർത്തുമ്പോഴേക്കും ഋതു അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അമ്മേ സൂപ്പർ അമ്മേ കലക്കി എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നു. മഹേഷും ചെന്ന് അവളെ അഭിനന്ദിക്കുമ്പോഴേക്കും ടീച്ചർ അമ്മയും അങ്ങോട്ട് ചെന്ന് രേണുവിന്റെ കൈ ചേർത്ത് പിടിച്ച് അവൾക്ക് ഷേക്ക് ഹാൻഡ് നൽകി അവളെ ചേർത്ത് പിടിക്കുക. ടീച്ചർ അമ്മയും സന്തോഷത്തോടെ എന്ത് ഭംഗിയായിട്ടാ മോളെ നീ അമ്മയെ അവതരിപ്പിച്ചത്, നന്നായിട്ടുണ്ട്. അമ്മമാരുടെ ഉള്ളു തൊടും. പലപ്പോഴും മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ നമ്മളെ തന്നെ മോശമായിട്ട് അവതരിപ്പിക്കാറുള്ളത്. നമ്മുടെ ശക്തിയാണ് എപ്പോഴും മറ്റുള്ളവർ അറിയേണ്ടത്. നമ്മിലെ ഇരുട്ടല്ല വെളിച്ചമാണ് മറ്റുള്ളവർ കാണേണ്ടത് എന്ന് പറഞ്ഞ് നിർത്തുമ്പോഴേക്കും രേണു ആന്റി സൂപ്പർ എന്ന് കാവ്യയും വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കെ എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുകയാ. മഹേഷും പതിയെ രേണുവിനോടായി ഇന്നത്തെ താരം നീയാണ് രേണു എന്ന് പറയുമ്പോഴേക്കും അച്ഛാ ഇവിടെ എന്തായാലും സീക്രട്ട് ഒന്നും പറ്റൂലെന്ന് വിളിച്ചു പറയുന്നുണ്ട് ഋതുവും. അത് ശരിയാന്ന് ടീച്ചറമ്മയും ചിരിയോടെ പറയുമ്പോ പോടവിടുന്ന്, സീക്രട്ട് ഒന്നുമല്ല, നിന്റെ അമ്മ സൂപ്പറാന്ന് പറഞ്ഞതാന്ന് മഹേഷും. എല്ലാം കേട്ടു നിന്ന വല്യമാമയും നമ്മുടെ ശക്തിയും ഈ സന്തോഷവും എന്നും ഉണ്ടാവണം. എന്തിനും തുനിഞ്ഞ് മോഹൻ നടപ്പുണ്ട്. അവൻ എന്ത് പ്രശ്നമുണ്ടാക്കിയാലും നമ്മൾ ഒന്നിച്ച് നേരിടണം. സരസ്വതിയുടെ ശക്തി എന്താണെന്ന് നമ്മൾ അവനെ കാണിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും അതെ അപ്പച്ചാന്ന് റിജിയും ഉറച്ചു പറയുന്നുണ്ട്. അത് കേൾക്കെ ആ സന്തോഷത്തിനിടയിലും ടീച്ചറമ്മയുടെ മുഖത്തും ഒരു പരിഭ്രാന്തി വരുന്നുണ്ട്. പിന്നീട് രാവിലെ ആകുമ്പോൾ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ റെഡിയായി ഗുരുവായൂരപ്പന് മുന്നിൽ തൊഴുതു നിൽക്കുന്ന ടീച്ചർ അമ്മയെയാണ് കാണിക്കുന്നത്. ബാക്കിയുള്ളവരും അമ്മയുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ടീച്ചർ അമ്മയും ഗുരുവായൂരപ്പനോടായി കൃഷ്ണ ഗുരുവായൂരപ്പ ഒരു തടസ്സവും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ച് മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും വീണ അമ്മയുടെ ബാഗ് നൽകുന്നുണ്ട്. കല്ലുവും അപ്പോഴേക്കും അമ്മമ്മയെ ചേർത്ത് പിടിച്ച് ഓൾ ദി ബെസ്റ്റ് പറയുമ്പോഴേക്കും താങ്ക് യു കല്ലുസേ എന്ന അമ്മമ്മയും റെഡിയായി നിൽക്കുന്ന ശിവരാമേട്ടനും സരസ്വതിയോടായി ഇറങ്ങാൻ കൊച്ചെ, ഇനി കുഞ്ഞിയെയും കൂടി ഒരിക്കൽ ജോയിൻ ചെയ്യാൻ കൊണ്ടാക്കിയാലേ എന്റെ പണി കഴിയൂ. അത് സരസ്വതിക്കൊപ്പമാണേൽ ഒത്തിരി സന്തോഷമെന്ന് ശിവരാമേട്ടൻ പറയുന്നത് കേൾക്കെ അത് നടക്കും ശിവരാമേട്ട, എപ്പോഴും രാത്രി ആവില്ലല്ലോ, വെട്ടം വന്ന് വീഴുന്നൊരു കാലം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും എന്ന് സരസ്വതിയും പറയുന്നു. അത് നേരാന്ന് പറഞ്ഞ് സരസ്വതിയും വിളിച്ചോണ്ട് പോവുകയാ ശിവരാമേട്ടൻ. പുറകെ തന്നെ എല്ലാവരും യാത്ര അയക്കാനായി മുറ്റത്തേക്ക് എത്തുന്നുണ്ട്. അവർ രണ്ടുപേരും കാറിൽ കയറി പോകുമ്പോഴേക്കും എല്ലാവരും ടാറ്റ കൊടുക്കുകയാ. പിന്നീട് എല്ലാവരും അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും മഹേഷും ടെൻഷനോടെ ഒരു നിമിഷം അവിടെ തന്നെ നിന്ന് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അവിടെ ലോറിയുമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വീരഭദ്രൻ. അപ്പോഴേക്കും അവനെ മോഹന്റെ കോൾ വരുന്നുണ്ട്. അവൻ കോൾ എടുക്കുമ്പോഴേക്കും വീര നീ എവിടെയാന്ന് മോഹൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ലോറിക്കടുത്തുണ്ടെന്ന് അവൻ പറയുമ്പോൾ വണ്ടി നല്ല കണ്ടീഷനൊക്കെ അല്ലേ എന്ന് മോഹൻ ചോദിക്കുക. കണ്ടീഷൻ അല്ലാത്ത വണ്ടി എടുത്തോണ്ട് ഞാൻ വരുമോ എന്ന് വീരഭദ്രന്റെ ചോദ്യം കേട്ട് എടാ നിനക്ക് സ്ട്രെയിറ്റ് ആയി മറുപടി പറയാൻ വലിയ പാടാണല്ലേ എന്ന് മോഹനും ചോദിക്കുക. എന്തിനാണ് ഇമാതിരി ചോദ്യമൊക്കെ, പറഞ്ഞ കാര്യം വെടിപ്പായി ചെയ്തിരിക്കും, അത് അറിഞ്ഞാ പോരെന്ന് വീരഭദ്രൻ. നീ കൊള്ളാം,
നീ വിട്ടോ എന്ന് പറഞ്ഞ് മോഹനും ആ കോൾ കട്ട് ചെയ്യുകയാ. വീരഭദ്രനും ലോറി എടുത്തു പോകുമ്പോഴേക്കും വിഷ്ണുവും മോഹനെ പിടികൂടാനുള്ള യാത്രയിലായിരുന്നു. കൂടെ ജീപ്പിൽ പോറ്റിയുമുണ്ട്. അതിനിടയ്ക്ക് വിഷ്ണു മൊബൈലെടുത്ത് ടീച്ചറമ്മയെ വിളിക്കുകയാ. മൊബൈൽ എടുത്തുകൊണ്ട് വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞ് ടീച്ചറമ്മ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അമ്മ എവിടെ എത്തിയെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. കച്ചേരി ജംഗ്ഷൻ കഴിഞ്ഞു, എന്തു പറ്റിയെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ സ്ഥിരം വഴിയെ പോണ്ട എന്ന് വിഷ്ണു പറയുന്നത് കേൾക്കെ പരിഭ്രമത്തോടെ അതെന്താ, മോഹൻ വഴിയിൽ വല്ലതും ഉണ്ടോ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. അത് പറയാം, കച്ചേരി ടെമ്പിൾ റോഡ് ഉണ്ടല്ലോ, അതുവഴി സ്കൂളിൽ പോയാൽ മതിയെന്ന് വിഷ്ണു പറയുമ്പോൾ അയ്യോ അതുവഴി നല്ല ചുറ്റല്ലേ, ഒരു 3-4 കിലോമീറ്റർ കൂടുതലുണ്ടാവുമെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അത് സാരമില്ല, ആ വഴി പോയാൽ മതിയെന്ന് വിഷ്ണു അത് സംബന്ധിച്ച് ശരിയെന്ന് പറഞ്ഞ് ടീച്ചറമ്മയും കോൾ വെക്കുകയാണ്. ടീച്ചറമ്മയും ടാക്സി ഡ്രൈവറോടായി അതെ നമുക്കേ ആ കച്ചേരി ടെമ്പിൾ റോഡില്ലേ അതുവഴി പോവാമെന്ന് പറയുന്നുണ്ട്. എന്താ ടീച്ചറെ അവിടെ വല്ല ബ്ലോക്കും ഉണ്ടോന്ന് ഡ്രൈവറും ചോദിക്കുക. എന്തു പറയണമെന്നറിയാതെ അതല്ല എന്ന് പരുങ്ങലോടെ ടീച്ചറമ്മ പറയുമ്പോഴേക്കും എന്തു പറ്റിയെന്ന് ശിവരാമേട്ടനും ചോദിക്കുന്നുണ്ട്. എന്താന്നറിയില്ലേട്ടാ, വിഷ്ണു ആ വഴി പോവാൻ പറഞ്ഞതെന്ന് സരസ്വതി പറയുമ്പോൾ അല്ല വിഷ്ണു അങ്ങനെ പറഞ്ഞെങ്കിലേ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും, ഒരു കാര്യം ചെയ്യേ, വിഷ്ണു പറഞ്ഞ വഴിയെ പോവാമെന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട്. ഇവിടെ മാധവത്തിൽ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന മഹേഷിനെ നെറുകെ കയറുന്നുണ്ട്. അവന്റെ ചുമയ്ക്കുന്ന ശബ്ദം കേട്ട് റെജി അങ്ങോട്ട് വന്ന് മഹേഷ് ഏട്ടാ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, വെള്ളം കുടിച്ചപ്പോ നെറുകെ കയറിയതാണെന്ന് മഹേഷ്. ഓക്കെ അല്ലേന്ന് റെജി ചോദിക്കുമ്പോൾ എടാ എനിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ റെജി എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോൾ എന്ത് ടെൻഷൻ എന്ന് റെജി നമുക്കൂടി ഒന്ന് അവിടെ വരെ പോയാലോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ സ്കൂൾ വരെയല്ലേ, ഞാനും അത് ആലോചിച്ചതാന്ന് റെജിയും. എനിക്കിവിടെ നിന്നിട്ടൊരു വെപ്രാളം പോലെ, നമുക്കൊന്ന് അവിടെ വരെ പോവാം എന്ന് മഹേഷ് വെപ്രാളത്തോടെ പറയുമ്പോൾ ആണോ എന്ന് പെട്ടെന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞ് റെജി മഹേഷിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവർ സിറ്റൗട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. മഹേഷിന്റെ വെപ്രാളമെല്ലാം കണ്ട് എവിടെ പോവാടാന്ന് രാധ ചോദിക്കുമ്പോൾ സ്കൂൾ വരെ ഒന്ന് പോയിട്ട് വരാം, എനിക്കെന്തോ വല്ലാത്തൊരു വെപ്രാളം എന്ന് പറഞ്ഞ് മഹേഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും എന്നാലേ ഞാനും വരുന്നുണ്ടെന്ന് രാധ പറയുമ്പോൾ ഞാനും വരുന്നുണ്ടെന്ന് വീണയും എന്നാ വായെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും വിളിച്ച് മഹേഷും റെജിയും കാറും എടുത്ത് പോവുകയാണ്. യാത്രക്കിടെ ടീച്ചർ അമ്മയും ശിവരാമേട്ടനോടായി പറയുന്നുണ്ട് വിഷ്ണു പറഞ്ഞ വഴിയായതുകൊണ്ട് സേഫ് ആയിരിക്കും അല്ലേ ഏട്ടാ. ആയിരിക്കും, എങ്കിലും എന്റെ ചങ്കു പിടച്ചായിരിക്കുന്നത്, സ്കൂളിലെത്തി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പരിഭ്രമത്തോടെ ശിവരാമേട്ടനും പറയുന്നുണ്ട്. അപ്പോഴാണ് സരസ്വതിയുടെ മൊബൈൽ റിങ് ചെയ്യുന്നത്. റെജിയെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഹലോ അപ്പാ നിങ്ങൾ എവിടെത്തിന്ന് റെജി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മെയിൻ റോഡ് വഴി അല്ല പോകുന്നതെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ പിന്നെ എന്ന് റെജി എന്തു പറ്റിയെന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. കച്ചേരി ടെമ്പിൾ റോഡ് വഴിയാണെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അതെന്തു പറ്റിയപ്പാ ആ വഴി എന്ന് റെജി സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അതെ വിഷ്ണു വിളിച്ചു പറഞ്ഞു മെയിൻ റോഡ് വഴി പോവണ്ടാന്ന്. എന്തു പറ്റി റെജി എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല, അപ്പൊ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് റെജി പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് ടീച്ചറമ്മയും കോൾ കട്ട് ചെയ്യുകയാണ്. റെജി കോൾ വെച്ച് കഴിയുമ്പോഴേക്കും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന മഹേഷും റെജി എന്താടാന്ന് ചോദിക്കുമ്പോൾ അതെ അപ്പൊ മെയിൻ റോഡ് വഴിയല്ല സ്കൂളിലേക്ക് പോകുന്നത്, കച്ചേരി ടെമ്പിൾ റോഡ് വഴിയാ പോകുന്നേ, അതുവഴി പോവാൻ വിഷ്ണുവേട്ടൻ വിളിച്ചു പറഞ്ഞു എന്ന്. ഇത് കേൾക്കെ രാധയും അപ്പോ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കും ആ വഴി തന്നെ പോവാം എന്ന് പറഞ്ഞ് മഹേഷും ആ വഴിയെ കാർ ഓടിക്കുകയാണ്. അവിടെ കാടുകൾക്കിടയിൽ മുഖം മറച്ച് മോഹൻ നിൽക്കുമ്പോഴേക്കും വീരഭദ്രന്റെ ലോറിയും റോഡിലേക്ക് എത്തുന്നുണ്ട്. ആരും കാണാതിരിക്കാൻ ശ്രമിച്ച് മോഹനും പെട്ടെന്ന് തന്നെ ആ ലോറിയിലേക്ക് ചെന്ന് കയറുകയാണ്. വീര ഒന്നും നോക്കാനില്ല, കത്തിച്ചു വിട്ടോ, ഇന്ന് തന്നെ എല്ലാം തീർക്കണം, എടുത്തോ എന്ന് മോഹൻ പറയുമ്പോഴേക്കും വീരഭദ്രനും ലോറി എടുക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മോഹന്റെ പിടിയിലാകപ്പെടാതെ ടീച്ചറമ്മ സ്കൂളിലെത്തുന്നതും അവിടുത്തെ ആഘോഷപൂർവമായ സ്വീകരണങ്ങളുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.